ലോകത്തിൽ നിന്ന് വിട പറയുന്ന ഓരോ ആത്മാക്കളും പറയാൻ ബാക്കി വെച്ച് പോകുന്ന ചില രഹസ്യങ്ങളുണ്ട്, ചില സത്യങ്ങളുണ്ട്. ഒക്ടോബർ 4 വെള്ളിയാഴ്ച കോഴിക്കോട് കൂടത്തായിലെ ലൂർദ് മാതാ പള്ളി സെമിത്തേരി അന്ന് സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ തന്നെ അപൂർവമായ കാഴ്ചയായിരുന്നു. മരിച്ചു മണ്ണടിഞ്ഞവർ സാധാരണ തിരിച്ചു വരാറില്ല. പക്ഷേ അന്ന് ആ കല്ലറകൾ ഓരോന്നായി തുറക്കപ്പെട്ടു. 17 വർഷം മുമ്പ് മരിച്ച അന്നമ്മ, 11 വർഷം മുമ്പ് മരിച്ച ടോം തോമസ്, 8 വർഷം മുമ്പ് മരിച്ച റോയ്, അങ്ങനെ ഒരേ കുടുംബത്തിലെ 6 പേർ. നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. സ്വാഭാവിക മരണം എന്ന് കരുതി അടക്കം ചെയ്ത ഈ ശവശരീരങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് പുറത്തെടുക്കുന്നത്? ആ കല്ലറയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടന്നത് വെറും എല്ലിൻ കഷണങ്ങളായിരുന്നില്ല, മറിച്ച് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കൊലപാതക പരമ്പരയുടെ തെളിവുകളായിരുന്നു. ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാകുന്നു. കൊലയാളി മറ്റാരുമല്ല കേട്ടോ, അവർക്കൊപ്പം ചിരിച്ചു കളിച്ച് ജീവിച്ച ഒരാൾ തന്നെയാണെങ്കിലോ? ഫാക്ട് ഡയറിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ തുറക്കുന്നത് കൂടത്തായി എന്ന മരണവീടിന്റെ വാതിലുകളാണ്. കഥ തുടങ്ങുന്നത് 2002-ലാണ്. കൂടത്തായിലെ പൊന്നമറ്റം തറവാട്. നാട്ടുകാരുടെ കണ്ണിൽ അസൂയ തോന്നുന്നത്ര ഒത്തൊരുമയുള്ള കുടുംബം. റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ടോം തോമസ്, ഭാര്യ അന്നമ്മ, മക്കൾ, എല്ലാം തികഞ്ഞ വീട്. ഈ വീട്ടിലേക്കാണ് റോയ് തോമസിന്റെ ഭാര്യയായി ജോളി എന്ന പെൺകുട്ടി കടന്നു വരുന്നത്. M.Com ബിരുദധാരി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രൊഫസർ. അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ജോളി ഒരു അഭിമാനമായിരുന്നു. എല്ലാവരോടും ചിരിച്ചു മാത്രം സംസാരിച്ചിരുന്ന ഈ ജോളി പള്ളിക്കാര്യങ്ങളിലും നാട്ടുകാര്യങ്ങളിലുമൊക്കെ മുൻപന്തിയിലായിരുന്നു. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ ഒരു സൈനൈഡ് കുപ്പി ഒളിപ്പിച്ചു വെക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു പോക്കറ്റ് ഉണ്ടെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ആരും സംശയിക്കാത്ത, എല്ലാവർക്കും പ്രിയപ്പെട്ട ആ മരുമകൾ ആ വീടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തീരുമാനിച്ച നിമിഷം അവിടെ ആ മരണത്തിന്റെ മണി മുഴങ്ങാൻ തുടങ്ങി. ഓഗസ്റ്റ് 22 പൊന്നമറ്റം വീട്ടിലെ ഗൃഹനാഥയായ അന്നമ്മ തോമസിന് അന്ന് ചെറിയ ഒരു ക്ഷീണം തോന്നി. സ്നേഹനിധിയായ മരുമകൾ ജോളി അവർക്ക് ഒരു ഗ്ലാസ് ആട്ടും സൂപ്പ് കൊടുത്തു. ആ സൂപ്പ് കുടിച്ച് നിമിഷങ്ങൾക്കകം അന്നമ്മ കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ മരണം സംഭവിച്ചു. ഹൃദയാഘാതം. എല്ലാവരും വിധി എഴുതി. കാരണം 57 വയസ്സുള്ള അവർക്ക് മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മരണം അവിടെ അവസാനിച്ചില്ല. 6 വർഷങ്ങൾക്ക് ശേഷം 2008 അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസിനും സമാനമായ വിധി. അന്നും കൂടെയുണ്ടായിരുന്നത് ജോളി മാത്രമാണ്. സ്വത്ത് മുഴുവൻ എഴുതി വെച്ചതിന് ശേഷമായിരുന്നു ടോം തോമസിന്റെ മരണം. 2 മരണങ്ങൾ, 2ഉം ഹൃദയാഘാതം. എന്നാൽ 2011 നടന്ന ആ മരണം, അതായിരുന്നു ഈ കഥയിലെ ആദ്യത്തെ റെഡ് ഫ്ലാഗ്. ജോളിയുടെ ഭർത്താവ് റോയ് തോമസ് ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ച് ബാത്റൂമിൽ പോയി തിരിച്ചു വന്നില്ല. വാതിൽ പൊളിച്ചു നോക്കുമ്പോൾ കണ്ടത് തറയിൽ വീണ് കിടക്കുന്ന റോയിയാണ്. വീട്ടുകാർ ഓടിക്കൂടി. അപ്പോഴും ജോളി പറഞ്ഞു, ചേട്ടന് ഹാർട്ട് അറ്റാക്ക് ആണ്. പക്ഷേ റോയിയുടെ അമ്മാവൻ മാത്യുവിന് മാത്രം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വാശി പിടിച്ചു. പോസ്റ്റ്മോർട്ടം വേണമെന്ന് പറഞ്ഞു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ ഒരു വാക്കെഴുതി: റോയിയുടെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ട്. പക്ഷേ ജോളി അവിടെയും അഭിനയിച്ച് തകർത്തു. കടബാധ്യത കാരണം റോയി ആത്മഹത്യ ചെയ്തതാണ് എന്ന് അവർ കരഞ്ഞു പറഞ്ഞു. ആ കണ്ണീരിൽ പോലീസും ബന്ധുക്കളും വീണുപോയി.
ആത്മഹത്യയായി ആ കേസ് എഴുതിത്തള്ളി. ജോളി വീണ്ടും രക്ഷപ്പെട്ടു. അടുത്തത് അതിലും ക്രൂരമായിരുന്നു. ജോളിക്ക് അടുത്തതായി വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നത് ഷാജുവിനെയായിരുന്നു. പക്ഷേ ഷാജുവിന് ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. എന്താണ് പരിഹാരം? 2014 ഷാജുവിന്റെ മകൾ വെറും 2 വയസ്സുള്ള ആൽഫൈൻ ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കെ ശ്വാസം മുട്ടി മരിച്ചു. 2016 ഷാജുവിന്റെ ഭാര്യ സിലിയും സമാനമായ രീതിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. സിലിക്ക് വെള്ളം എടുത്തു കൊടുത്തത് ആരായിരുന്നു? അതേ ജോളി തന്നെ. 14 വർഷം, 6 മരണങ്ങൾ, ഒരേ പാറ്റേൺ, ഒരേ കൊലയാളി. ഈ കഥയിലെ ഹീറോ വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. റോയിയുടെ സഹോദരൻ റോജോ തോമസ്. നാട്ടിൽ നടക്കുന്ന ഈ മരണങ്ങൾ റോജോയ്ക്ക് സംശയം തോന്നി തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ടോം തോമസിന്റെ സ്വത്ത് മുഴുവൻ വ്യാജ ഒസിയത്തോടെ ജോളി സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ റോജോ ആ പഴയ ഫയലുകളൊക്കെ ചികഞ്ഞു. റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സയനൈഡ് എന്ന വാക്ക് അയാളെ വേട്ടയാടി. അയാൾ വടകര റൂറൽ SP KG സൈമണിന് പരാതി നൽകി. പോലീസ് അന്വേഷണം തുടങ്ങി. പക്ഷേ തെളിവുകൾ എവിടെ? എല്ലാ മൃതദേഹങ്ങളും മണ്ണിലലിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെയാണ് ആ കല്ലറ തുറക്കാൻ തീരുമാനിച്ചത്. ശവം പുറത്തെടുക്കുമെന്നറിഞ്ഞപ്പോ ജോളിയുടെ ആ മുഖത്തെ ചിരിയൊക്കെ മാഞ്ഞു. കല്ലറ തുറന്നാൽ ആത്മാക്കൾക്ക് കോപമുണ്ടാകുമെന്ന് പറഞ്ഞ് അവർ അത് തടയാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് പിന്മാറിയില്ല. ശാസ്ത്രം കള്ളം പറയില്ല. കല്ലറകളിൽ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങളിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ സൈനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തി. ജോളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ NIT പ്രൊഫസർ എന്ന അവരുടെ ഐഡന്റിറ്റി വ്യാജമാണെന്ന് തെളിഞ്ഞു. അവർ എല്ലാ ദിവസവും രാവിലെ കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞു പോയത് ബ്യൂട്ടി പാർലറിലേക്കും സുഹൃത്തുക്കളെ കാണാനുമായിരുന്നു. ഒടുവിൽ പിടിച്ചു നിൽക്കാനാവാതെ ജോളി ആ സത്യം സമ്മതിച്ചു.